നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിലാണ് എതിരാളിയുടെ തലയെടുക്കാനായി ശത്രുക്കൾ ശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒരു നീക്കമാണ് അമേരിക്കയിൽ വീണ്ടും ട്രംപിനെതിരെ സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും അമേരിക്കൻ മുൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് നേരെ ഗോൾഫ് കളിക്കുന്ന സാഹചര്യത്തിലാണ് വെടിവെപ്പുണ്ടായത്, വധശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആര് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. രണ്ടാമത്തെ തവണയാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാരണം മറുഭാഗത്ത് കമലാ ഹാരിസ്, ഇപ്പുറത്താകട്ടെ ഡൊണാൾഡ് ട്രംപും. കമലാ ഹാരിസ് വിജയിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സംഭവിക്കില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. പക്ഷേ ട്രംപ് വിജയിച്ചാൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ, പല നയങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ ലോക ക്രമത്തെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പലരും ഭയക്കുന്നത്. പ്രത്യേകിച്ചും ചൈനയോടുള്ള സമീപന രീതിയൊക്കെ തന്നെ വിഭിന്നമാണ്. ചൈനീസ് ആപ്പുകൾക്കടക്കം നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട്, ചൈനീസ് ഇറക്കുമതിയെ ശക്തമായി നിരോധിച്ചുകൊണ്ട് ഇന്ത്യക്ക് അനുസൃതമായ നിലപാട് ട്രംപ് സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം നേരത്തെ ചൈന ഉയർത്തിയിരുന്നു. അതുകൊണ്ട് ഇതും ചൈനയുടെ പണിയാണോ എന്നുള്ള സംശയം പലരും ഉയർത്തുന്നുണ്ട്. എന്നാൽ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപത്ത് വെച്ച് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഈ വെടിവെപ്പുണ്ടായത്. ക്ലബിൽ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പാതി അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയൊരു അപായം ഒഴിവായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേലിക്കെട്ടിന് പുറത്ത് തോക്കുമായി പ്രതി മറഞ്ഞിരിക്കുകയായിരുന്നു. ഒന്നിലധികം തവണയാണ് വെടിയുതിർക്കാനായി ശ്രമിച്ചത്. AK-47 തോക്ക് ഉപയോഗിച്ചാണ് വെടിയുതിർത്തതായി നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പ്രതിയെ തിരിച്ചറിഞ്ഞ് പ്രതിക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥരും തിരികെ വെടിയുതിർത്തു. തിരികെ വെടിവെക്കുന്നുവെന്ന് മനസ്സിലായതോടെ ഒരു കറുത്ത SUV കാറിൽ നിന്നും സ്ഥലത്തു നിന്നും ഇയാൾ രക്ഷപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെ സുരക്ഷാ സേന ഇയാളെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. ജീവനോടെ തന്നെ ഇത്തവണ പിടികൂടാനായി സാധിച്ചിട്ടുണ്ട്. ഹവായ് സ്വദേശിയായ പ്രതി റയൻ വെസ്ലി റൌത്താണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 58 വയസ്സുകാരനാണ് ഇയാൾ. സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതിപ്പോൾ 2ാം തവണയാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുന്നതും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത്. രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ് സാധാരണഗതിയിൽ പലപ്പോഴും ഭരണാധികാരികൾക്ക് നേരെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകാൻ കാരണമായി മാറുന്നത്. പക്ഷേ അപൂർവം ചില മാനസിക പ്രശ്നം കാണിക്കുന്നവരും വധശ്രമത്തിന് പിന്നിൽ പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ കാരണം എന്ത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല. അതേക്കുറിച്ച് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ചു പോരുകയാണ്. നോർത്ത് കരോലിന അഗ്രികൾച്ചർ ആൻഡ് ടെക്നിക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം സ്വന്തമാക്കിയ ആളാണ് ഈ പ്രതി. 2018ഓടെ ഹവായിലേക്ക് താമസം മാറി സ്വന്തമായി കരാറുകൾ ഏറ്റെടുത്ത് ജോലി ചെയ്യുന്ന ഒരു ബിൽഡറായിട്ടാണ് റയാൻ പ്രവർത്തിച്ചു പോരുന്നത്. ഇയാൾ പല തവണയായി സോഷ്യൽ മീഡിയകളിലൂടെ ട്രംപിനെ വിമർശിച്ചുവെന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സമകാലികമായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന റയാൻ ജൂലൈ മാസത്തിൽ ട്രംപിന് നേരെയുണ്ടായ വധശ്രമത്തെക്കുറിച്ചൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതുകൂടാതെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിലടക്കം ഒട്ടനവധി തവണ ഇയാൾ പ്രതിയായിട്ടുണ്ട്, കേസുകളിൽ അകപ്പെട്ടിട്ടുണ്ട്. സൈനിക സേവനമൊന്നും തന്നെ ഇയാൾ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾക്ക് എങ്ങനെയാണ് തോക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലൊക്കെ തന്നെ അതീവ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് റയാനെന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2002 ഇയാൾ ഗ്രീൻസ്ബോറോയിൽ വെച്ച് ഓട്ടോമാറ്റിക് ആയുധങ്ങളുമായി ഒരു കെട്ടിടത്തിൽ അതിക്രമിച്ച് കയറി എന്ന കുറ്റത്തിന് അറസ്റ്റിലായിരുന്നു. ഗുരുതരമായ വിഷയമായിരുന്നുവെങ്കിലും അന്ന് ഏതു തരത്തിലുള്ള ശിക്ഷ ഇയാൾക്ക് ലഭിച്ചു എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇയാളുടെ പക്കൽ നിന്നും ലക്ഷ്യം ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്കോപ്പും 2 ബാക്ക് പാക്കുകളും AK-47 തോക്കും ഗോപ്രോ ക്യാമറയും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ട്രംപിനെ വധിക്കാനുള്ള കൃത്യമായ ശ്രമം തന്നെയാണ് അവിടെ നടത്തിയതെന്ന് FBI സംഘവും വ്യക്തമാക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം FBI നടത്തി വരികയാണ്. നിലവിൽ ട്രംപ് സുരക്ഷിതനാണ്. അദ്ദേഹത്തിന് യാതൊരുവിധ കുഴപ്പവുമില്ല. അദ്ദേഹത്തിന്റെ പ്രചാരണ സംഘവും സീക്രട്ട് സർവീസും ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ട്രംപിനെ സ്ഥലത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. ട്രംപിനെ മാറേ-ലാഗോ റിസോർട്ടിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. തനിക്ക് നേരെ വെടിവെപ്പുണ്ടായി എന്നുള്ള കാര്യം ട്രംപ് തന്നെ തുറന്നു പറയുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് അഭ്യൂഹങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതിന് മുൻപ് താൻ തന്നെ അത് തുറന്നു പറയുന്നതായിരിക്കും ശരിയെന്ന് തോന്നിയെന്നും താൻ സുരക്ഷിതരാണെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒന്നിനെയും തന്നെ കീഴ്പ്പെടുത്താനും പിന്തിരിപ്പിക്കാനും കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ഈ വർഷം നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകം തന്നെയാണ്. ഡൊണാൾഡ് ട്രംപും അതുപോലെ കമലാ ഹാരിസും തമ്മിലാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. ഇരുവരും തമ്മിലുള്ള ആദ്യ സംവാദം കഴിഞ്ഞിട്ടുണ്ട്. അതിന് ദിവസങ്ങൾക്കൊടുവിലാണ് ട്രംപിന് നേരെ ഒരു ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ അക്രമത്തിന് ഇടമില്ലെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കമലാ ഹാരിസ് ഈ വേളയിൽ പറയുന്നത്. ജൂലൈ 13 പെൻസിൽവാനിയയിലെ റാലിക്കിടയിൽ വെച്ചായിരുന്നു ട്രംപിന് നേരെ ഇതിനു മുൻപ് ഒരു വെടിവെപ്പുണ്ടായത്. പൊതുവേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ട്രംപിന് നേരെ ഒളിഞ്ഞിരുന്നു കൊണ്ട് അക്രമി വെടിയുതിർത്തത്.
ഈ ആക്രമണത്തിൽ ട്രംപിന്റെ വലത് ചെവിക്ക് പരിക്ക് സംഭവിച്ചിരുന്നു. വേദിയിൽ പരിക്കേറ്റ് വീണ ട്രംപിനെ സുരക്ഷാസേന വളരെ വേഗത്തിൽ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയുണ്ടായിരുന്നു. വെടിയുതിർത്ത 20-കാരനായിട്ടുള്ള തോമസ് മാത്യു ക്രൂക്സിനെ വളരെ വേഗത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വകവരുത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതാദ്യമായിട്ടല്ല അമേരിക്കൻ ഭരണാധികാരിക്ക് നേരെ ഇങ്ങനെ വധശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായി ഒരു പ്രസിഡന്റിന് നേരെ വധശ്രമം അമേരിക്കയിലുണ്ടായത്. 4 പ്രസിഡന്റുമാരാണ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് കൊല ചെയ്യപ്പെടുന്നത്. ട്രംപ് അടക്കം 2 മുൻ പ്രസിഡന്റുമാർ ആക്രമിക്കപ്പെട്ടു, രക്ഷപ്പെട്ടു. റൊണാൾഡ് റീഗനാണ് വധശ്രമത്തിൽ പരിക്കേറ്റ ശേഷം പിന്നീട് രക്ഷപ്പെട്ട പ്രസിഡന്റ്. പ്രശസ്തനായ എബ്രഹാം ലിങ്കൺ, ജെയിംസ് ഗാർഫീൽഡ്, വില്യം മക്കിൻലി, ജോൺ എഫ് കെന്നഡി എന്നീ പ്രസിഡന്റുമാരാണ് അവരുടെ ഭരണകാലത്ത് വെടിയേറ്റ് മരണപ്പെട്ടത്. 1912 തിയോഡോർ റൂസ്വെൽറ്റും 2024 2 തവണ ഡൊണാൾഡ് ട്രംപും വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടതും ഏറെ അത്ഭുതകരമായി തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.